ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടുള്ള വാൾ ഡെക്കേഴ്സ് ആണ്. ഒന്നല്ല, 2 വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറ്, ഗ്രീൻ കളറ്, യെല്ലോ, ബ്ലൂ, പർപ്പിൾ കളർ, അങ്ങനെ ഒരു 5 കളറാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാൻവാസ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു A4 സൈസിലുള്ള ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ചാർട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ചാർട്ടിനെ പോലുള്ളൊരു ക്യാൻവാസ് ഷീറ്റാണ്. അപ്പോൾ ഒരുപാട് ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒന്നുമല്ല, നല്ല റേറ്റ് കുറവുള്ളതാണ്. അപ്പോൾ ഒരു 25 എണ്ണത്തിൻ്റെ പാക്കറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഒരു ഓർമ്മയില്ല, കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒരു ബിഗിനർ ലെവലിൽ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കാനും ഒരു വാൾ ഡെക്കറിലേക്കൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഷീറ്റ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇതിലേക്കൊരു സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു ട്രീയുടെ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രീയുടെ കാണുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഇന്ന രീതിയിൽ വരയ്ക്കണം എന്നൊന്നുമില്ലല്ലോ. ട്രീ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്രാഞ്ചസൊക്കെ കുറച്ച് സൈസൊക്കെ കൂട്ടിയും കുറച്ച് ഒരുപാട് ബ്രാഞ്ചസൊക്കെ ആക്കിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ചെയ്യുന്നില്ല, കാരണം ചെറിയൊരു പീസായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു ഔട്ട്ലൈന് പോലെ ഒന്ന് ഒരു ട്രീയുടെ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ബ്ലാക്ക് കളറ് ഈ ഒരു ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രീയുടെ ഡിസൈൻ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിന് പകരം അല്ലാതെ തന്നെ നടുക്കുന്നതിന് ഒരു ട്രീ വേണമെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെവിബോണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ പിസ്തയുടെ ഷെല്ലൊക്കെ ഒന്ന് ഒട്ടിക്കാനായിട്ടാണ് ഞാൻ ഫെവിബോണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഗ്ലൂ ഗണ്ണൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോൾ ആകുന്ന സമയത്ത് കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫെവിബോണ്ട് എടുത്തിട്ടുള്ളത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓരോ പിസ്തയുടെ ഷെല്ലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം മേലെ ഭാഗത്ത് ഞാൻ റെഡ് കളറ് നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെൽസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ബ്രാഞ്ചിലേക്ക് ഞാൻ ഓറഞ്ച് കളറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് യെല്ലോ കളറ്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു ഗ്രീൻ കളറ്, ബ്ലൂ കളറ്, പർപ്പിൾ കളറ്, അങ്ങനെ ആ ഒരു കളറിലാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രാഞ്ചസിനനുസരിച്ച് എത്രയാണോ സൈസ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളൊരു റെയിൻബോ തീമിലുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഇൻഡിഗോ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ഈ വർക്കൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചിട്ട് എന്നിട്ട് അവരുടെ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ ഒരു വാൾ ഡെക്കറൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വാൾ ഡെക്കർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിസ്തയുടെ ഷെല്ലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാൻവാസ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയുള്ള പീസാണ്. ഇനിയിപ്പോൾ നമുക്കതിന് ചെറിയൊരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം വൈറ്റ് കളറിലേക്ക് കുറച്ച് ബ്ലൂ കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്ലൂ കിട്ടാനാണ്. പക്ഷേ ആ ഒരു കളർ അത്രക്കൊരു ഭംഗിയില്ല കേട്ടോ. നമുക്കൊരു സ്കൈ ബ്ലൂ ആണ് കിട്ടേണ്ടത്. പിന്നെ ഞാൻ കുറച്ചൊരു വേറൊരു ബ്ലൂ ഉണ്ടായിരുന്നു, ആ ഒരു ബ്ലൂ കളറും കൂടെ വൈറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു സ്കൈ ബ്ലൂ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസ് ഷീറ്റിലേക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പെയിൻറ്റ് നേരിട്ട് തന്നെ ഒരു ക്യാൻവാസ് ഷീറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ അത്രക്കൊരു നീറ്റായിട്ട് വരുന്നില്ല കേട്ടോ. കാരണം ക്യാൻവാസ് ഷീറ്റിൽ പൊതുവേ പെയിൻറ്റ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ട് വരും. അപ്പോൾ നമ്മളുടെ ഈ പെയിൻറ്റ് ലിക്വിഡ് ഇല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അതിലേക്ക് വെള്ളം ഒന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ക്യാൻവാസ് ഷീറ്റിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്കൈ ബ്ലൂ ലെവലിൽ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ ഒരു താഴെ ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ചൊരു ഭാഗം. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു വർക്ക് ചെയ്യാനുള്ളതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് നമ്മൾ എൻ്റെ ആ വർക്കൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ ആ ഭാഗത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നീറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാൻവാസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്കൈ ബ്ലൂ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് പിസ്തയുടെ ഷെല്ലാണ്. അപ്പോൾ നമ്മളതൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ഷെല്ല് ആവശ്യമില്ല, നമുക്ക് കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാൻ യെല്ലോ കളറ്, ബ്ലൂ കളറ്, അതുപോലെ പിങ്ക്, അപ്പോൾ അങ്ങനെ കുറച്ച് കളേഴ്സ് വെച്ചിട്ടൊരു 4-5 പിസ്തയുടെ ഷെല്ലൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാനിവിടെ എല്ലാ കളറും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ, വീഡിയോൻ്റെ ഒരു ലെങ്ത്ത് കുറയ്ക്കാനാണ്. അപ്പം ഞാനിവിടെ കുറച്ച് പിസ്തയുടെ ഷെല്ലൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ കളറ്, ബ്ലൂ കളറ്, ഡാർക്ക് പിങ്ക്, പിന്നെ ഗോൾഡൻ കളറ്, കുറച്ച് ആഷ് കളറ്, കുറച്ച് ലൈറ്റ് ആഷ് കളറ്, പിന്നെ ബ്ലാക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് പിസ്തയുടെ ഷെല്ലൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഡ്രൈ ആകുന്ന ആ സമയത്തേക്ക് നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റിൽ കുറച്ച് സിമ്പിളായിട്ട് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊന്നിങ്ങനെ രണ്ട് സൈഡിലായിട്ടൊരു ഡിസൈൻ ഒന്നിങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാക്കി യെല്ലോ കളർ അതുപോലെ പിങ്ക് കളറൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസൈൻ എന്താണെന്നുള്ളത് പറയുന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് കളർ പെയിൻറ്റ് ആണോ ആ ഒരു പിസ്തയുടെ ഷെല്ല് പെയിൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റിലേക്ക് നമ്മളൊരു 6 ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പിസ്തയുടെ ഷെല്ലൊന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ പകുതിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യെല്ലോ കളറും പിങ്കും. അപ്പോൾ ആ ഒരു പിസ്തയുടെ ഷെല്ലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ആ ഒരു പിസ്തയുടെ ഷെല്ലിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഫിഷിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു ചിറകും വാലും ഒക്കെ ആയിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ഓരോ ഷെൽസ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് ഫിഷാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫിഷിന് ഒരു പിസ്തയുടെ ഷെല്ല് പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ കുറച്ചും കൂടെ പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡാർക്ക് ആഷ് കളർ, ലൈറ്റ് ആഷ് കളർ, ബ്ലാക്ക് ആ ഒരു കളറിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഷ് കളർ കിട്ടാനായിട്ട് വൈറ്റിലേക്ക് കുറച്ച് മാത്രം ആദ്യം ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ലൈറ്റ് കളർ ആഷ് കളർ കിട്ടും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കുറച്ച് പിസ്തയുടെ ഷെല്ലൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ആ ഒരു വൈറ്റിലേക്ക് ആ ഒരു സെയിം കളറിലേക്ക് തന്നെ കുറച്ചുകൂടെ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു ആഷ് കളർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പെയിൻറ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ബ്ലാക്ക് കളർ, അപ്പോൾ അങ്ങനെ കുറച്ച് പിസ്തയുടെ ഷെല്ല് പെയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കളറൊക്കെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കാതിരുന്നതാണ്, കുറച്ച് ഇങ്ങനെ വീഡിയോൻ്റെ ആ ഒരു ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെല്ലുകളൊക്കെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫിഷിൻ്റെ ഒക്കെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കടലിൻ്റെ ആ ഒരു സൈഡിലുണ്ടാവില്ല കുറച്ച് സ്റ്റോൺസ്, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു പിസ്തയുടെ ഷെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ ചെറിയൊരു ടൈപ്പ് പിസ്തയുടെ ഷെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ആ ഒരു 4 കളർ വെച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഒട്ടിച്ചുണ്ടായിരുന്ന ആ ഒരു പിസ്തയുടെ ഷെല്ലിനൊക്കെ ആ ഒരു ഫിഷിൻ്റെ രീതിയിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു യെല്ലോ കളറിലേക്ക് ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഓറഞ്ച് കളർ പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വൈറ്റ് കളറൊക്കെ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഉണ്ടല്ലോ അക്വേറിയത്തിലൊക്കെ കാണുന്നത്, അപ്പോൾ ആ ഒരു ടൈപ്പ് ഫിഷിൻ്റെ രീതിയിലൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് ഫിഷൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് എല്ലാത്തിനും നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു കണ്ണിനെ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓറഞ്ചിലെ വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഈ ഒരു ടൈപ്പ് ഫിഷിൻ്റെ ഡിസൈൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വേറൊരു ഫിഷിനെ ഇങ്ങനെ ആ ഒരു മജന്ത കളർ വെച്ചിട്ട് ആ വാലിൻ്റെ ഭാഗത്തേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളൊരു 8 ഫിഷാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഇങ്ങനെ ചെടിയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലീവ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അത് നമ്മളൊരു ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. എന്നിട്ട് നമ്മളത് ഈ ഒരു സ്റ്റോൺസിൻ്റെ മേലായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ചിങ്ങനെ ആ സ്റ്റോൺസിൻ്റെ ഇടയ്ക്ക് കൂടെ പുല്ല്, അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടാനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ നീളത്തിലൊക്കെ ഉള്ള ടൈപ്പ് ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളറ് പേപ്പറിൽ വേണമെങ്കിൽ ചെയ്ത് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ലീവ്സിൻ്റെ ആ ഒരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതുപോലെ നല്ല നീളത്തിലുള്ള ഒരു ഡ്രൈ ലീവ്സ് ഞാൻ വേറൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പേൾ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ പേൾ വൈറ്റ് ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും, ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റോൺസിൻ്റെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കോട്ടിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു ബ്ലാക്കിൻ്റെ മേലെ പിന്നെ അതുപോലെ ഡാർക്ക് ആഷിലൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും.
നമ്മൾ അക്വേറിയത്തിലുള്ള ആ ഒരു സ്റ്റോൺസ് ഒക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെ ഒന്ന് ഇങ്ങനെ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് നല്ലൊരു അക്വേറിയം ടൈപ്പിലുള്ള ഒരു വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിംഗ് അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കളർ കുറച്ച് ഇരുണ്ടിരിക്കുന്നു കേട്ടോ. നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ കുട്ടികളുടെ റൂമിലൊക്കെ വെച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ടാകും. കുറച്ച് വലിയതായിട്ട് നമ്മളിങ്ങനെ ഒരു ക്യാൻവാസിൻ്റെ വലിയ ബോർഡിലൊക്കെ ചെയ്തെടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടുള്ള 2 ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് കേട്ടോ, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.